ഹലോ ഡോക്ടർ ജഡ്ക. ഹലോ 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 ഡോക്ടർ ജഡ്ക. ഡോക്ടർ ജഡ്ക, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രോബ്ലം എപ്പോൾ ശരിയാക്കി തരാൻ പറ്റും? ഈ സ്പേസ് ഷിപ്പ് ശരിയായി വർക്ക് ചെയ്തില്ലെങ്കിൽ ആർക്കും തന്നെ ടി.വി. കാണാൻ പറ്റുകയില്ല. ഓഹോ, അപ്പോ ഇനി ഇന്ത്യയിലുള്ള എല്ലാ ടിവികളും ഓഫ് ആകുന്നാണോ? ഞാൻ 2 റോബോട്ടുകളെ അങ്ങോട്ട് അയക്കാം. അവരവിടെ വന്ന് തനിയെ എല്ലാം ശരിയാക്കിക്കോളും. ഡോണ്ട് വറി. ഓവർ ആൻഡ് ഔട്ട്. ഓ എന്റെ റോബോട്ടുകളെ, കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക്. നിങ്ങളെ സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ട് ഞാൻ ഇപ്പൊ തന്നെ മുകളിലോട്ട് അയക്കാം. വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കയോട് പോയി ചോദിക്കാം ടി വി ഒക്കെ എന്താ ഓഫ് ആയിരിക്കുന്നേന്ന്. ഓ, തണുപ്പ് കാലം വരാൻ പോവല്ലേ? അതുകൊണ്ടായിരിക്കും ഡോക്ടർ ജഡ്ക തണുപ്പത്തുനിന്ന് രക്ഷപ്പെടാൻ ഇത് ഉണ്ടാക്കി വെച്ചത്. ഇത് ആസ്ട്രോനോട്ടിന്റെ സ്യൂട്ടാണ്. എനിക്ക് തോന്നുന്നത് സ്പേസ് പോകാനുള്ള പരിപാടിയാന്നാ. വരൂ, നമുക്ക് ഈ ഡ്രസ് ഒന്ന് ഇട്ട് നോക്കാം. ഇത് നമ്മളുടെ ശരീരത്തിന് പാകമാണെങ്കിൽ നമുക്ക് ഡോക്ടർ ജഡ്കയോട് പറയാം നമ്മൾ സ്പേസിലേക്ക് വരുന്നുണ്ടെന്ന്. ഓ എന്റെ റോബോട്ടുകള് സ്പേസ് സൂട്ട് തനിയെ എടുത്തിട്ടോ. ആഹാ വാ, ഞാൻ നിങ്ങൾ ഇപ്പൊ തന്നെ മുകളിലോട്ട് അയച്ചേക്കാം. ഇവര് മുകളിൽ പോവാൻ തയ്യാറായി നിൽക്കുവാ. ഇതെന്തായി കാണിച്ചത്? ഡോക്ടർ ജഡ്ക രക്ഷിക്കേ. പൊളിച്ചെടുത്തല്ല. ഇവര് രണ്ടുപേരും താഴെയാണെങ്കിൽ പിന്നെ മുകളിലേക്ക് പോയത് ആരാണ്? ഒരുപക്ഷെ അത് മോട്ടു പത്ലുവാണോ? ഓയ്, ആരാ നിങ്ങൾ രണ്ടുപേരും? എങ്ങനെയാണ് സൂട്ട് എടുത്തിട്ടത്? വലിയേട്ടാ, ഇത് മോട്ടവും പന്തലുമാ. ഞങ്ങൾ അറിയാതെ ഈ ഡ്രസ് ഇട്ട് പോയതാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു വിട്ടു താഴേക്ക് കൊണ്ടുവരൂ. ഇനി താഴേക്ക് കൊണ്ടുവരാനുള്ള സിസ്റ്റം ഒന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ രണ്ടുപേരും നേരെ സ്പേസ് ഷിപ്പിലേക്ക് പോകും. അത് കേടായിരിക്കുക. അവിടെ 2 ആസ്ട്രോനറ്റ് പ്രശ്നത്തിലാണ്. നിങ്ങൾ അവരെ സഹായിക്കണം. ഞാൻ എന്താണോ പറയുന്നത് അത് അനുസരിക്കണം. ഓക്കേ? ഓക്കെ പറയല്ലാതെ ഞങ്ങൾക്ക് വേറെ വല്ല നിവൃത്തിയും ഉണ്ടോ? ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ആ പാവങ്ങൾ ആരോ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയെന്നാ. ഈ മനുഷ്യൻ എന്താ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്? നിൽക്ക് മോട്ടു, 1 മിനിറ്റ്. എന്തായി കാണിക്കുന്നത്? ഇതെന്ത് മനുഷ്യരാ അവര്? ഒരു താങ്ക്സ് പോലും പറയാതെ പോയി കളഞ്ഞല്ലോ. അവര് പോയതൊന്നല്ല, അവരിനി സ്പേസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും, നമ്മൾ അവരെ പോയി രക്ഷിക്കുന്നത് വരെ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, എന്തോ ഇത്? ഇവന്മാര് ഈ സ്പേസ് ഷിപ്പ് വിട്ട് എങ്ങനെയാ പുറത്തേക്ക് വന്നത്? ഹലോ, പോയി മോട്ട് പത്തലൂ. ഹലോ ഹാ ഡോക്ടർ ജഡ്ക. അകത്ത് കയറിയ റെഡ് ബോക്സ് ഒന്ന് തുറക്കും. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ആ സ്പേസ് ഷിപ്പ് ശരിയാക്കണം. പിന്നെ ആ ആസ്ട്രോനട്സിനെ നിങ്ങൾ രക്ഷിക്കുകയും വേണം. ഡോക്ടർ ജഡ്ക, ഒരു വയറിന്റെ കണക്ഷൻ വിട്ട് കിടക്കുന്നുണ്ട്. ആ വയറ് പഴയതുപോലെ കണക്ട് ചെയ്ത് വെക്കണം. അടുത്ത മോണിറ്ററിൽ ഒരു ഏലിയനെ കാണുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് സ്പേസിൽ പോയിട്ട് അത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയെന്നാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. ആ സ്പേസ് സൂട്ട് ഇട്ട് ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ആ ജെറ്റ് പാക്ക് എടുത്ത് നിങ്ങൾ പറക്കണം. അല്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾ എന്തിനാ ഓടുന്നേ? ഞാൻ പറയുന്നത് കേക്കെന്റെ ചങ്കുകളെ. അവസാന കാലത്ത് ദൈവത്തെ കുറിച്ച് ഓർക്കുന്നതൊക്കെ വളരെ നല്ലതാ.
ഇനി ഒരുപക്ഷെ അങ്ങോട്ടേക്കാണ് പോകേണ്ടതെങ്കിലോ? എന്റെ വലിയേട്ട ഇങ്ങനെ പേടിപ്പിക്കാതെ നിങ്ങൾ നേരിട്ട് കാര്യം പറ. എന്താ കാര്യം? രണ്ടാമത്തെ മോണിറ്ററിൽ നിങ്ങളൊരു അന്യഗ്രഹ ജീവിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് മോണിറ്റർ ഒന്നും അല്ല, അത് കണ്ണാടിയാണ്. ആ ജീവി നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ, ജെറ്റ് പാക്ക് സ്റ്റാർട്ട്. ഓടിയത് മതി, നമുക്ക് ലഞ്ച് കഴിക്കാം. പത്തലു, എനിക്ക് തോന്നുന്നത് ഇത് വളരെ നല്ലൊരു ഏലിയനാന്നാ. ഉച്ചഭക്ഷണത്തിന് വിളിക്കുന്നത് കണ്ടോ? വേഗം ജെറ്റ് പാക്ക് കൊണ്ട് പറക്കാൻ തയ്യാറായിക്കോ. ഇപ്രാവശ്യം മുന്നോട്ട് പറക്കാൻ ശ്രമിക്കണം. എനിക്ക് ഈ ഏലിയനെ ഒട്ടും വിശ്വാസമില്ല. എനിക്ക് ഈ ബർഗറും സാൻഡ്വിച്ചും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എടുത്തങ്ങോട്ട് കഴിക്കേ. താങ്ക് യു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് എക്സ്റേ എന്നാണ്. നിങ്ങൾ കഴിക്കുന്നില്ലേ? ആ, കഴിക്കുന്നുണ്ട്. എന്താ ഇത്ര ധൃതി? ഞാൻ മസാല ഇടാതെ ഒരു സാധനം പോലും കഴിക്കാറില്ല. എന്റെ പത്തലു, ഇതിന് നമ്മളെ കഴിക്കാനുള്ള പ്ലാനാ. ജെറ്റ് പാക്ക്. ഇത് ചീറ്റിംഗ് ആണ്, ഇത് ചീറ്റിംഗ്. നിങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് എനിക്ക് ലഞ്ച് കഴിക്കാൻ തരുന്നില്ലേ? എന്റെ മോട്ടോ, നീ എന്തായി ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇടുവാ പത്തലു. പെട്ടെന്ന് ഇവിടുന്ന് പറന്ന് രക്ഷപ്പെടണ്ടേ? മോട്ടോ, സ്പേസ് ഷിപ്പ് കേടാണ്, ഇത് പറക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഓടിക്കോ. സോറി. ഞങ്ങള് വളരെ ഡീപ് ഫ്രീസറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. ആ അന്യഗ്രഹ ജീവി പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ നിങ്ങളെ അത് തിന്നുകളയും. ഒരുപാട് സമയം ഞങ്ങൾ ഇവിടെ നിന്ന് മരവിച്ച് പോകും. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ, പുറകു വശത്തെ ചുമര് കട്ട് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഓടാം. അതിന്റെ ബുദ്ധിയിലും ഈ സെയിം ഐഡിയ വന്നെന്നാ തോന്നുന്നേ. ഓടിക്കോ. ഓടി വല്ലാണ്ട് തളർന്നു. ഓ, ഭയങ്കര ചൂടെടുക്കുന്നു. ഫാൻ ഓൺ ചെയ്തേക്കാം. മോട്ടോ, നീ എന്തായി ചെയ്തത്? ഫാൻ ഓഫ് ചെയ്യേ. മെയിൻ സ്വിച്ചിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഇതിനെയാണ് പറയുന്നത് തെങ്ങിന്റെ മുകളിൽ നിന്ന് നേരെ പൊട്ടക്കിണറ്റിൽ വീണൂന്ന്. എന്റെ എക്സ്റേ ചേട്ടാ ഫാനിന്റെ അടുത്തേക്ക് പോയാ കഷ്ണമായി പോവേ. അതുകൊണ്ട് ഇവിടെ തന്നെ നിക്കണേ. എന്റെ മോട്ടോ, നീ എന്തിനാ അവനെ പിടിച്ചിരിക്കുന്നത്? അവൻ നമ്മളെ കഴിക്കാൻ വന്നവനാ. അല്ല, ഞാനിത് ഫാനിൽ കുടുങ്ങാൻ പോകുന്നത് കണ്ടപ്പോ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാണ്. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ നീ എന്നെ ഭക്ഷിക്കാൻ നോക്കുവാണോ? ഞാൻ നിന്നെ തിന്നാൻ വന്നവനാണ്, എന്നിട്ട് നീ എന്തിനാ എന്നെ രക്ഷിക്കുന്നേ? കാരണം ഏതൊരു സാഹചര്യത്തിലും ഒരാളെ സഹായിക്കുക എന്നത് ഒരു മനുഷ്യന്റെ കടമയാണ്. എന്ത്? എന്തെങ്കിലും ചെയ്യൂ. എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ഇത് എന്റെ ഡയലോഗാണല്ലോ.
നിങ്ങൾ രണ്ടും വളരെ നല്ല മനുഷ്യന്മാരാണ്. വരൂ, ഞാൻ നിങ്ങളുടെ സ്പേസ് ഷിപ്പ് ശരിയാക്കി തരാം. പിന്നെ ആ 2 ആസ്ട്രോനോട്സുകളെയും രക്ഷിക്കുക. ഏലിയൻ വരുന്നുണ്ട്. ഈ സ്ഥലത്തെ ഏലിയൻസ് മനുഷ്യന്മാരെ തിന്നാറുണ്ട്. മമ്മി ഇത് മോട്ടു പത്തലുവാ. ഇവന്മാര് കൊള്ളാലോ. ഡോക്ടർ ജട്ക, മോട്ടു പത്തലു ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നേ? അവരെങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. മോട്ടു പത്തലു ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയും. ഈ മാഗ്നറ്റ് ബട്ടൺ എന്താണ്? അത് അമർത്തണ്ട, അത് ഭയങ്കര പവർഫുൾ ആണ്. അടുത്തുള്ള സ്പേസ് ഷിപ്പും സാറ്റലൈറ്റും ഒക്കെ നമ്മുടെ സ്പേസ് ഷിപ്പിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഓ സോറി, ഞാൻ അറിയാതെ അമർത്തിപ്പോയി. എന്ത്? ഏതവനാടാ ഈ പരിപാടി കാണിച്ച്? ഓടിക്കോ മോട്ടു പത്തലു, ഓടിക്കോ. ഇപ്പൊ ഓടിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഓടാൻ പറ്റില്ല. ഓടിക്കോ. അല്ല ചായക്കട ചേട്ടാ, എന്തായി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇത് കണ്ടോ, ഫാൻസി ഡ്രസ് പാർട്ടിയാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് 10,000 രൂപ പാരിതോഷികം. പൊളിച്ചേ. വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസകൾ തരൂ. അതിന്റെ പൈസ ഈ 10,000 എടുത്തോളൂ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ തന്നെ ഇത് ജയിക്കാൻ പോകുന്നുവെന്ന്. എടോ, ഞാനും പങ്കെടുക്കുന്നുണ്ട്, എനിക്കും ജയിക്കാമല്ലോ. എന്തു പറയുന്നു? എന്റെ രോഗികളാണ് സത്യം. ഞാൻ അതിൽ ജയിക്കും, ഉറപ്പാ. ഫാൻസി ഡ്രസ്സാ പൊളിച്ചെടുത്തല്ലോ. ഞാൻ തന്നെ ജയിക്കും ട്ടോ. ചേട്ടാ, ഇതിന്റെ പൈസ ആ 10,000 കട്ട് ചെയ്തോളൂ. കാരണം ഞങ്ങൾ തന്നെയാ ജയിക്കാൻ പോന്നെ. എന്നാ വിട്ടോ എന്റെ റെയിൻഡിയേഴ്സ്. നിങ്ങൾ ഇങ്ങനെ നിന്നാ ഞാൻ എങ്ങനെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ എത്തിപ്പെടും? എന്റെ മക്കളെ ഒന്ന് മനസ്സിലാക്ക്. എന്തിനാണ് ഈ ദേഷ്യം? എന്റെ പത്ലു, ഈ ഡോഗികൾ നീങ്ങുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് റെയിൻഡിയർ ആക്കിയതിന്റെ ദേഷ്യത്തിലാന്നാ. ഡോഗിയെ റെയിൻഡിയർ ആക്കിയ പിന്നെ അതിന് ദേഷ്യം വരാതിരിക്കോ? അത് ഈ വണ്ടിയൊന്നും വലിക്കില്ല. ഡോഗി, ഞാൻ ശരിക്കുള്ള ആടല്ല. ഞാൻ മനുഷ്യനാ. മോട്ടു, ഈ ഡോഗ്സിനെ ഒന്ന് നിർത്തേ. പത്ലു, ഞാനേ ഇവിടെ കുടുങ്ങി കിടക്കുക. പിന്നെ ഞാൻ എങ്ങനെയാ രക്ഷിക്കുക? രക്ഷിക്കണേ. ഇവന്മാരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ. എന്റെ അമ്മോ, ഞങ്ങളുടെ ഫുർഫുര നഗരത്തിൽ കൊള്ളക്കാരൻ, അതും കടൽ കൊള്ളക്കാരൻ. വിടില്ല ഞാൻ. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. കൊള്ളടിക്കാൻ വന്നാൽ നീ
എന്ത് കരുതി ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ചിങ്കം ഭയങ്കര ദേഷ്യക്കാരനാണ്. അടിച്ചു നിന്റെ എല്ലുടിക്കും. അടി നിർത്തുന്നത് ജയിലിലേക്ക് പോയതിനു ശേഷം അതുവരെ നിന്നെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കും. നിക്ക്. ഓ, അപ്പൊ നീ ബോക്സർ എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണല്ലേ? നിന്റെ ബോക്സിംഗ് ഒന്നും കണ്ട് ഞാൻ പേടിക്കില്ല. എന്നാ പേടിക്കണ്ട, ഇന്നാ പിടിച്ചോ. എന്റെ അമ്മോ, ഇത് ശരിക്കുള്ള ബോക്സർ ആണല്ലോ. എന്റെ അമ്മോ, ഇതാര് ബോക്സറേട്ടനല്ലേ? സോറി, നിങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും. എന്ത് നല്ലൊരു ഗെറ്റപ്പ്, അടിപൊളി. താങ്ക് യു തിങ്കം സാർ. ഉറപ്പല്ലേ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെയല്ലേ? പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും എന്തേലും ധർമ്മം തരണേ. എന്റെ അമ്മോ, ഈ ഭിക്ഷക്കാർ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യണ്? ഒന്ന് മാറി നിൽക്കൂ, പുറകെ കമ്മീഷണർ സാറിനെ കണ്ടില്ലേ? ഭിക്ഷക്കാരാ, മര്യാദക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് ജയിലിനകത്തിടും. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു ഫാൻസി ഡ്രസ് പാർട്ടി. ഗുഡ് മോർണിംഗ്. ഈ ജോൺ തന്നെയായിരിക്കും ജോൺ ആയിരിക്കും. ചിങ്കം വരെ എന്നെ സലൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി എന്നെ ആർക്കും തടയാൻ പറ്റില്ല. എന്റെ അമ്മോ, ജോൺ നീയായിരുന്നു? എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മിക്കവാറും നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക. ഫസ്റ്റ് പ്രൈസ് ഫോർ ജോൺ ദ ഡോൺ. ഭിക്ഷക്കാരാ, ഒന്ന് പോകുന്നുണ്ടോ? പ്ലീസ് ഒന്ന് പോകണം. ഓയ് എന്റെ ചിങ്കൻ സാറേ, ഞാൻ ഡോക്ടർ ജഡ്കയാണ്. പിന്നെ ഇത് ഗസീട്ടാറാവോ? എന്റെ അമ്മോ, എനിക്ക് നിങ്ങൾ രണ്ടാളെ കണ്ടിട്ട് തീരെ മനസ്സിലായില്ല. ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടും. എന്താ പറഞ്ഞേ? ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ അമ്മോ, ഇത് ഏത് വീട്ടിലത്തെ ആട്ടുംകുട്ടിയാണ്? ഇവിടെ വന്നിട്ട് ഇതിന് എന്താ തിന്നാനുള്ളത്? ഒന്ന് മാറി നിക്ക്. ആരെങ്കിലും ഇതൊന്ന് മാറ്റിക്കേ. എന്റെ അമ്മോ, ഇതാര്? നമ്മുടെ ക്രിസ്മസ് ഫാദർ അല്ലേ? ക്രിസ്മസ് വരാറായല്ലോ. ആട്ടുംകുട്ടി ഒന്ന് മാറി നിക്ക്. ചിങ്കം സാറേ, ഞാൻ ആടല്ല, പത്ലു ആണ്. പിന്നെ ഇത് മോട്ടു ആണ്. ഈ ഡോഗികൾ ഓടിച്ചോടിച്ച് ഞങ്ങളെ ഈ പരുവമാക്കിയതാ. എന്റെ അമ്മോ, ഇത് ശരിക്കും അടിപൊളി ഫാൻസി ഡ്രസ് ആണല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക. എന്റെ അമ്മോ, എല്ലാരെയും മണ്ടന്മാരാക്കുന്നു. എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നു. എന്നാ പിടിച്ചോ പ്രൈസ്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തരാം. ചിലപ്പോ എനിക്ക് വിലപിടിപ്പുള്ള ഒരു കൊറിയർ അങ്ങോട്ട് വരും. ആരും അതിനെ തൊട്ടു പോകരുത്, പറഞ്ഞേക്കാം. ഇത് ചിങ്കം സാറിന്റെയാണ്. അദ്ദേഹം എവിടെ? ഇതിൽ എന്താണെന്ന് എന്നോടൊന്ന് പറയ്. ഈ ജോണാണ് ഇപ്പൊ പോലീസുകാരൻ. എനിക്കറിയില്ല, എന്തോ വിലവെടുപ്പുള്ള സാധനമാ. പാക്ക് ചെയ്യുമ്പോ സൂക്ഷിച്ച് ചെയ്യണോന്ന് പറഞ്ഞായിരുന്നു. അകത്തെന്തോ ചെറിയ തിളങ്ങുന്ന സാധനങ്ങളുണ്ട്, ഡയമണ്ട് പോലെ. ഡയമണ്ടോ? കമ്മീഷണർ ഇൻസ്പെക്ടറെക്കാളും സീനിയർ ആണ്. ഈ ഡയമണ്ട്സ് എന്റെ കയ്യിൽ തന്നേക്ക്. പോലീസുകാര് പബ്ലിക്കിനെ സേവിക്കാനുള്ളതല്ലേ. പൊളിച്ചെടുത്തല്ലോ. ഡയമണ്ട് എനിക്കും ആവശ്യമുണ്ട്. അതെ, ഈ ഫാൻസി ഡ്രസ്സൊക്കെ വിട്ടിട്ട് ആ ഡയമണ്ട് മേടിക്കാൻ നോക്ക്. എന്താ നോക്കി നിൽക്കുന്നേ? വരൂ. പിന്നാലെ പോ. നിയമമാണ് സത്യം, മര്യാദയ്ക്ക് മാറി നിൽക്കോ. എന്റെ അമ്മോ, ഇവന്മാരെങ്ങോട്ടായി ഓടി പോകുന്നത്? നിങ്ങളുടെ വിലപിടിപ്പുള്ള ബോക്സ് ജോണിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ ഓടിയതാ. എന്റെ അമ്മോ, എന്റെ പെട്ടി.
കഴിയുമ്പോഴത്തേക്ക് നമ്മള് മുകളിലുള്ളവന്റെ അടുത്ത് എത്തിപ്പെടുമെന്നാ തോന്നുന്നത്. Hey, stop! Stop in the name of stop! ഇപ്പൊ കണ്ടോ, നീ പറഞ്ഞ പോലെ തന്നെ നമ്മള് മുകളിലുള്ളവന്റെ അടുത്ത് എത്തുന്ന തോന്നുന്നേ. രക്ഷിക്കൂ. പൊളിക്കടുത്തല്ല. ബോസ് ബോസ് ബോക്സ് വളരെ കനമുണ്ട്. എടാ ബോക്സിന്റെ കാര്യമൊക്കെ വിട്ടിട്ട് ഡയമണ്ട് എടുത്തിട്ട് ഓടാൻ നോക്കണേ. ഇവന്മാര് രണ്ടുപേര് ഡയമണ്ട് എടുത്തോണ്ട് മുങ്ങിയെന്നാ തോന്നുന്നത്. എന്നെ കൊണ്ടുപോവട്ടെ. ഓ അത് കണ്ടോ, രണ്ടുപേരും സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കുക. എന്ത്, എല്ലാവരും അവരവരുടെ പങ്കെടുത്തോണ്ട് പോവുകയാണോ? പിന്നെ ഞാനെന്തിനു മടിച്ചു നിൽക്കണം? മോട്ടു അവിടെ നിക്ക്, എന്തോ പ്രശ്നമുണ്ട്. പത്തിലു പ്രശ്നങ്ങളൊക്കെ പിന്നെ പരിഹരിക്കാം. ആദ്യം ഡയമണ്ട് എടുക്കട്ടെ. അവന്മാർക്കറിയില്ല അതിനകത്ത് എന്താ ഉള്ളതെന്ന്. ആദ്യം ഈ പെട്ടിയുടെ സ്വിച്ച് ഓഫ് ചെയ്യണം, എന്നിട്ട് വേണം അകത്തുള്ളത് പുറത്തെടുക്കാൻ. എന്റെ അമ്മോ, ഈ ബോക്സിനകത്ത് എന്താ ഉള്ളതെന്ന് കണ്ടോളൂ. ഇത് ഞാൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടി വാങ്ങിയതാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ഓരോ ബൾബും എത്ര വെളിച്ചം തരുന്നു. ഒരു മധുര കിനാവിൽ ലഹരിയിൽ എന്നോ കുടമുല്ല. പൂവിരിഞ്ഞു പൂവിരിഞ്ഞു പൂവിരിഞ്ഞു. എന്റെ അമ്മോ, എന്തിനാ എന്റെ മീതെ കല്ലെറിയുന്നത്? മമ്മി, എന്നെ